ഹായോ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള KV-കളിലേക്കും ഒപ്പം തന്നെ NVS-കളിലേക്കുമുള്ള PGT ആൻഡ് TGT അധ്യാപകരുടെ നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അധ്യാപകനാവുക എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ആകാംക്ഷ നൽകുന്ന, വളരെയധികം പൊസിഷൻ നൽകുന്ന ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് KV-കളിലേക്ക് വിളിച്ചിരിക്കുന്നത് ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി ഇത്രയും സബ്ജക്റ്റുകൾക്കാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തം 615 പോസ്റ്റുകളാണ് അൺറിസർവ്ഡിനുള്ളത്. ഇനി ഇത് കൂടാതെ EWS-ന് 141, OBC NCL-ന് 390, SC-ക്ക് 214, ST-ക്ക് 105, അങ്ങനെ മൊത്തം 1465 വേക്കൻസികളിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനിയും NVS-കളിലേക്ക്, അതായത് നവോദയ വിദ്യാലയങ്ങളിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം, അതായത് സബ്ജക്റ്റുകൾ പ്രധാനമായിട്ടും ഹിന്ദി, ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കോമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇത്രയും മേഖലകളിലേക്കാണ് വേക്കൻസികൾ വിളിച്ചിരിക്കുന്നത്. ഇവിടെ മൊത്തം വേക്കൻസി 1513 ആണ്. ഈ 2 പോസ്റ്റുകളിലേക്കുമാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതായത് PG ഉള്ളവർക്ക് അപേക്ഷിക്കേണ്ട പോസ്റ്റുകളാണ്. അടുത്തത് TGT, അതായത് ഗ്രാജുവേറ്റ് ലെവലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് എക്സാമിനേഷൻ. ഇത് KV-കളിലേക്കുള്ളതാണ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. ഇത് മൊത്തം അൺറിസർവ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് 1153 വേക്കൻസികൾ, EWS-ന് 275 വേക്കൻസികൾ, OBC NCL-ന് 749, SC-ക്ക് 414, ST-ക്ക് 203, അങ്ങനെ 2794 വേക്കൻസികളാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നിരിക്കുന്നത്. അടുത്തത് നവോദയ വിദ്യാലയങ്ങളിലേക്കുള്ള TGT അധ്യാപകരുടെ വേക്കൻസിയാണ്. ഇവിടെ മൊത്തമായി വന്നിരിക്കുന്നത് 2978 വേക്കൻസികളാണ്. ഇനി നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതിൽ ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നിങ്ങൾക്ക് 40 വയസ്സ് കഴിയാൻ പാടില്ല. OBC SC/ST വിഭാഗങ്ങൾക്ക് വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇതിന്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47,600 തുടങ്ങി 1,51,100 അവസാനിക്കുന്ന സാലറി മെട്രിക്സ് ആണ് വരുന്നത്. ഇനിയും ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. നമ്മളിവിടെ പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിന്റെ ക്വാളിഫിക്കേഷൻ മാത്രമാണ്. ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിളുമാണ്. അതായത് PGT കമ്പ്യൂട്ടർ സയൻസിന് പ്രധാനമായിട്ടും വരുന്നത് MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ആണ്. ഇത് കൂടാതെ MCA ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി പറയുന്നു. ഇവയ്ക്ക് 50% കുറയാത്ത മാർക്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിരിക്കണം. ഇനിയും ഇതല്ലാതെ നിങ്ങൾക്ക് ME അല്ലെങ്കിൽ MTech ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇവിടെയും 50% മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് BEd ഉണ്ടായിരിക്കണം. അവയ്ക്കും 50% കുറയാത്ത മാർക്ക് വേണം. അടുത്തതായിട്ട് 3 ഇയർ ഇന്റഗ്രേറ്റഡ് BEd MEd ഫ്രം NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഇതിന്റെ ഒരു യോഗ്യത തന്നെയാണ്. അടുത്തതായിട്ട് 4 ഇയർ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഫ്രം NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിവേഴ്സിറ്റീസ് ഇൻക്ലൂഡ് BEd കമ്പൈൻഡ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും യോഗ്യത അക്കാഡമിക്സിൽ നിങ്ങൾ എലിജിബിൾ ആണ്, നിങ്ങൾക്ക് 40 വയസ്സിൽ കുറവുമാണ് എങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് TGT അധ്യാപകരാണ്. അതായത് ഇവിടെ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ട, ഗ്രാജുവേഷൻ മതി. ഇവിടുത്തെ പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 7-ൽ 44,900 തുടങ്ങി 1,42,400 അവസാനിക്കുന്ന ഒരു പേ സ്കെയിലാണ്. ഇവിടെ പ്രായപരിധി എന്ന് പറയുന്നത് 35 വയസ്സും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നത് OBC SC/ST വിഭാഗങ്ങൾക്ക് 5-ഉം 3-ഉം വീതമാണ്. SC/STക്ക് 5-ഉം OBCക്ക് 3-ഉമാണ് പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നത്. ഇനിയും ഇതിന്റെ യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികളുടെ നോക്കാം. അത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA വിത്ത് അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നു. ഇനി ഗ്രാജുവേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് IT ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെയും 50% ക്രൈറ്റീരിയ ഉണ്ട്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് BE BTech കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ടായിരിക്കണം, 50% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം. ക്വാളിഫൈഡ് ഇൻ സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് CTET നിങ്ങൾ പാസ്സായിരിക്കണം. അതുകൂടാതെ ബാച്ചിലർ ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ ഫ്രം NCTE റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് BEd MEd തുടങ്ങിയവ NCTE-യിൽ നിന്ന് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ, അത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയും
എക്സാമിനേഷന്റെ പ്രൊസീജിയേഴ്സ് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും ടയർ 1 എക്സാമിനേഷൻ, അതിനുശേഷം ടയർ 2 എക്സാമിനേഷൻ, അതിനുശേഷം ഇന്റർവ്യൂ, ഇങ്ങനെയായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാം ഫീയിലേക്ക് നോക്കാം. ഇതിൽ പി ജി ടി അധ്യാപകന്റെ ഫീ എന്ന് പറയുന്നത് 1500 രൂപയും 500 രൂപ പ്രോസസിംഗ് ഫീയുമാണ്. ടി ജി ടി അധ്യാപകന്റെ 1500 രൂപ എക്സാം ഫീയും 500 രൂപ പ്രോസസിംഗ് ഫീയുമാണ് ഇവിടെ ഫീ ആയി വരുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഇതിൽ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യുന്നത് നവംബർ 14 2025 ഇനി രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്നത് 4 ഡിസംബർ 2025 ഇനിയും ഫീ ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യുന്നത് 14 നവംബർ 2025 ഫീ ക്ലോസ് ചെയ്യുന്നത് 4 ഡിസംബർ 2025 ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ഓൺലൈൻ മാത്രമേ ഉള്ളൂ. ഇത് www.cbse.gov.in അല്ലെങ്കിൽ http://kvssangedan.nic.in എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ navodaya.gov.in വഴിയും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിനായി തയ്യാറെടുക്കുക. കേന്ദ്ര സർക്കാരിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് തയ്യാറെടുക്കുക. ഈ കോഴ്സുമായി ബന്ധപ്പെട്ടും വീഡിയോയുമായി ബന്ധപ്പെട്ടും എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.